السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. قال الإمام أحمد في رسالة أصول السنة. ഇനി വായിക്കാൻ പോകുന്നത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മത്തനാണ്. ഭരണാധികാരികളോടുള്ള അഹ്ലു സുന്നത്തിന്റെ സമീപനം എന്താണെന്നുള്ളത് വിശദീകരിച്ച് കഴിഞ്ഞിട്ടില്ല, അത് തുടരാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വമൻ ഖറജ അലാ ഇമാമിൻ മിൻ അഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഇമാമിന് നേരെ ഒരാൾ പുറപ്പെട്ടാൽ, അവിടെ ഖറജ എന്നുള്ളതിന്റെ അർത്ഥം നേരത്തെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്, വിപ്ലവം ഉണ്ടാക്കുക, ആ ഭരണാധികാരികൾക്കെതിരെ തിരിയുക എന്നുള്ള അർത്ഥത്തിൽ. ഖറജ ഖുറൂജ് അവിടെ സാങ്കേതികമായ അർത്ഥമാണ്. വമൻ ഖറജ വിപ്ലവം ഉണ്ടാക്കുക എന്നുള്ള അർത്ഥം. അലാ ഇമാമിൻ മിൻ അഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിൽപ്പെട്ട ഇമാമിങ്ങൾ, ഭരണാധികാരികൾ. അവിടെ അർത്ഥം അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഇമാം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പള്ളിയിൽ നിൽക്കുന്ന ഇമാം എന്നുള്ള അർത്ഥത്തിലല്ല പറയണത്. മുസ്ലിം ഭരണാധികാരികളിൽപ്പെട്ട ഒരു ഭരണാധികാരി, ഖലീഫ, അമീർ, ഇമാം, അയാൾക്കെതിരെ ഒരാൾ വിപ്ലവം ഉണ്ടാക്കിയാൽ, ഖറജ ഖുറൂജ് ഉണ്ടാക്കിയാൽ, എങ്ങനെയുള്ള ഇമാമാണ്? കാനന്നാസു ഇജ്തമഉ അലൈഹി, അയാളുടെ കാര്യത്തിൽ ജനങ്ങൾ ഏകോപിച്ചിട്ടുണ്ട്. അതായത് അയാൾ ഖലീഫയാണ്, അയാൾ ഇമാമാണ്, അയാൾ ഭരണാധികാരിയാണ് എന്നുള്ളതിൽ എന്തുണ്ട്? എല്ലാവരും കൂടി തീരുമാനിച്ചതാണ്, ജനങ്ങളത് അംഗീകരിച്ചിട്ടുണ്ട്. കാനന്നാസു ഇജ്തമഉ അലൈഹി വഅഖറു ലഹു ബിൽ ഖിലാഫ, അയാളുടെ ഭരണാധികാരം ഖിലാഫത്ത് ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഭരണാധികാരി അതൊക്കെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു ജില്ലയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് ഏതെങ്കിലും നാട്ടിൽ നമ്മൾ 10-20 ആൾക്കാർ മീറ്റിംഗ് കൂടിക്കാണ്ട് ഞങ്ങൾ തന്നെയാണ് ഭരണാധികാരികൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് കാനന്നാസു ഇജ്തമഉ അലൈഹി വഅഖറു ലഹു ബിൽ ഖിലാഫ. ആ ഖിലാഫത്ത് അംഗീകരിക്കപ്പെടണം, ജനങ്ങളത് അംഗീകരിക്കണം. മനസ്സിലാണ്ടല്ലോ, കാരണം ഇതിനൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. എന്നിട്ടാണ് പിന്നെ ബദറിന്റെയും മുഹദിന്റെയും ഒക്കെ ചരിത്രം പറയാറുള്ളത്. അപ്പോൾ അവിടെ വഅഖറു ലഹു ബിൽ ഖിലാഫ, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഖിലാഫത്ത് അവർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അയാൾ ഖലീഫയായി അല്ലെങ്കിൽ അമീറായി ഭരണാധികാരിയായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരു മുസ്ലിം ഭരണാധികാരികൾക്കെതിരിൽ ഒരാൾ വിപ്ലവം ഉണ്ടാക്കിയാൽ, ബിഅയ്യി വജ്ഹിൻ കാന, ആ ഭരണാധികാരി ഏത് രൂപത്തിലാകട്ടെ, ബിറിളാ ഔ ബിൽ ഗലബ, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളെല്ലാവരും തൃപ്തിപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുത്ത ഭരണാധികാരിയാകട്ടെ, അവിൽ ഔ ബിൽ ഗലബ, അല്ലെങ്കിൽ ബലം പ്രയോഗിച്ചുകൊണ്ട്, വാളുപയോഗിച്ചുകൊണ്ട്, വാളുകൊണ്ട് അധികാരത്തിൽ വന്ന ആളാകട്ടെ. അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, മനസ്സിലാണ്ടല്ലോ. ഇപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ കുറിച്ചൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. അപ്പൊ ജനങ്ങളെല്ലാവരും തൃപ്തിപ്പെട്ടുകൊണ്ട് അംഗീകരിച്ചിട്ട് ഖലീഫയായിട്ടുള്ള ആളാണെങ്കിലും ശരി, ഔ ബിൽ ഗലബ എന്നുള്ളത് പ്രത്യേകം അവിടെ പറഞ്ഞിട്ടുണ്ട്. ബലപ്രയോഗത്തിലൂടെ, അധികാരത്തിലൂടെ. നേരത്തെ നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ അട്ടിമറിയാകാം, അതല്ലെങ്കിൽ പിതാവിന്റെ അടുത്തുനിന്ന് മകൻ അധികാരം പിടിച്ചെടുത്തതാകാം, ഏതും ആകാം. അതൊക്കെ ഔ ബിൽ ഗലബ ഒക്കെ നേരത്തെ അത് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഏത് രൂപത്തിലൂടെ അധികാരത്തിൽ വന്ന ആളാണെങ്കിലും
അങ്ങനെ അധികാരത്തിൽ വന്നിട്ടുള്ള ഒരു ഖലീഫക്കെതിരെ, ഒരു ഭരണാധികാരികൾക്കെതിരെ ഒരാൾ വിപ്ലവം ഉണ്ടാക്കിയാൽ ഫഖദ് ശഖ ഹാദൽ ഖാരിജു അസൽ മുസ്ലിമീൻ, ആ ഖാരിജ് മുസ്ലിങ്ങളുടെ ഐക്യം തകർത്തിരിക്കുന്നു. ഷക്ക എന്ന് പറഞ്ഞാൽ പൊട്ടിക്ക, പിളർക്കുക. അസ എന്ന് പറഞ്ഞാൽ വടി എന്നാണ് അർത്ഥം. വടി പൊട്ടിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മുസ്ലിങ്ങളുടെ ഐക്യം തകർക്കുക. മുസ്ലിങ്ങളുടെ ഐക്യം അവൻ തകർത്തിരിക്കുന്നു. ആ ഖാരിജാണ് ആ വിപ്ലവകാരി. ഫഖദ് ശഖ ഹാദൽ ഖാരിജു അസൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ ഐക്യം അയാൾ തകർത്തിരിക്കുന്നു. അപ്പൊ അതെങ്ങനെ അധികാരത്തിൽ വന്ന ആളാണെങ്കിലും മനസ്സിലാണ്ടല്ലോ, എങ്ങനെ അധികാരത്തിൽ വന്ന ആളാണെങ്കിലും ശരി. അപ്പൊ അതിനെ ന്യായീകരിക്കാൻ നിൽക്കേണ്ടെന്ന് അർത്ഥം. അയാൾ വാപ്പാന്റെ അടുത്ത് പിടിച്ചു വാങ്ങിയതല്ലേ എന്ന് പറഞ്ഞിട്ട് അയാൾക്കെതിരെ വിപ്ലവം ഉണ്ടാക്കാൻ പോകണ്ടെന്നർത്ഥം. അത് അഹ്ലു സുന്നത്തിന്റെ നിലപാടല്ല. അതല്ലെങ്കിൽ 4 ഖലീഫ ആയിരുന്നാലും 5ാമത്തത് എന്താ രാജാവായത് എന്നുള്ളത് ചോദിച്ചിട്ട് കാര്യമില്ല. മൂപ്പരെന്തിനെ മകനെ രാജാവാക്കി എന്നുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ബി അയ്യി വജ്ഹിൻ കാന ബിർറിള ഔ ബിൽ ഗലബ, അതിനൊക്കെയുള്ള മറുപടി അഹ്ലു സുന്നത്തിന്റെ ഉലമാക്കൾ നൽകിയിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലിട്ടിട്ട് വിശ്വാസം കൊണ്ട് നടക്കേണ്ടെന്നർത്ഥം. ഇത് ഇമാം അഹ്മദ് ഹംബലിന്റെ നസ്സാണിത്. ഇത് ശറഅല്ല, അത് വിശദീകരണമല്ല. ഇമാം അഹ്മദ് ഹംബലിന്റെ നസ്സാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഫഖദ് ശഖ ഹാദൽ ഖാരിജു അസൽ മുസ്ലിമീൻ, അയാൾ മുസ്ലിങ്ങളുടെ ഐക്യം തകർത്തു. വഖാലഫ, അയാൾ എതിരാവുകയും ചെയ്തിരിക്കുന്നു. അൽ ആസാറ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ആസാറുകൾക്ക് അയാൾ എതിരാവുകയും ചെയ്തു. ഫൈൻ മാതൽ ഖാരിജു അലൈഹി, ഈ വിപ്ലവകാരി അങ്ങനെ മരിച്ചുപോയാൽ, ഈ വിപ്ലവകാരി അങ്ങനെ മരിച്ചുപോയാൽ മാത മീതത്തൻ ജാഹിലിയ, ജാഹിലിയ മരണമാണ് അയാൾക്കുണ്ടാകുക. ഇങ്ങനെ ഭരണാധികാരികൾക്കെതിരിൽ വിപ്ലവം ഉണ്ടാക്കിക്കൊണ്ടാണ് ഒരാൾ മരിച്ചു പോകുന്നതെങ്കിൽ അയാളുടെ മരണം എന്താണ്? ജാഹിലിയത്തിന്റെ മരണമായിരിക്കും. ജാഹിലിയത്തിന്റെ മരണം എന്ന് പറഞ്ഞാൽ അയാൾ കാഫിറായിക്കൊണ്ട് മരിച്ചു പോകുന്നുള്ളതല്ല അർത്ഥം. അത് വിശദീകരണത്തിൽ വരുന്നുണ്ട്. ജാഹിലിയത്തിന്റെ മരണമാണ് മാത മീതത്തൻ ജാഹിലിയ. അങ്ങനെ ഭരണാധികാരികൾക്കെതിരെ ഒരാൾ വിപ്ലവം ഉണ്ടാക്കിയിട്ട് അയാൾ അതിൽ മരിച്ചുപോയാൽ, അല്ലെങ്കിൽ അയാൾക്കെതിരെ വിപ്ലവം ഉണ്ടാക്കാൻ തുനിഞ്ഞാല്, അല്ലെങ്കിൽ ആ ബൈഅത്തിൽ നിന്ന് ഒരാൾ പിന്മാറിയാൽ, അനുസരണ പ്രതിജ്ഞ ഒരാൾ ലംഘിച്ചാൽ, ഇതൊക്കെ അതിൽ പെടും. മാത മീതത്തൻ ജാഹിലിയ, അയാൾ മരിച്ചു പോകുന്നത് ജാഹിലിയത്തിന്റെ അവസ്ഥയിലായിക്കൊണ്ടായിരിക്കും. വലായഹില്ലു, അതുകൊണ്ട് തന്നെ അനുവദനീയമല്ല ഖിതാൽ സുൽത്താൻ, ഭരണാധികാരിയോട് ഖിതാൽ ചെയ്യുക എന്നുള്ളത്, ഭരണാധികാരിയോട് യുദ്ധം ചെയ്യുക എന്നുള്ളത് അനുവദനീയമല്ല. വലൽ ഖുറൂജു അലൈഹി, ഭരണാധികാരികൾക്കെതിരെ ഖുറൂജ് ഉണ്ടാക്കുക എന്നുള്ളതും വിപ്ലവം ഉണ്ടാക്കുക എന്നുള്ളതും കലാപം ഉണ്ടാക്കുക എന്നുള്ളതും പ്രശ്നമുണ്ടാക്കുക എന്നുള്ളതും എന്തല്ല? വലായഹില്ലു, അത് ഹലാലല്ല, അനുവദനീയമല്ല. അപ്പൊ യുദ്ധം ചെയ്യാൻ പാടില്ല, ഖുറൂജ് പാടില്ല. ലിയാഹിദി മിനന്നാസി, ജനങ്ങളിൽപ്പെട്ട ഒരാൾക്ക് അത് അനുവദനീയമല്ല. ഫമൻ ഫഅല ദാലിക, ഇനി ഒരാൾ അങ്ങനെ ചെയ്താലോ? ഭരണാധികാരികൾക്കെതിരെ യുദ്ധം ചെയ്തു, മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ വിപ്ലവം ഉണ്ടാക്കി. ഫമൻ ഫഅല ദാലിക, അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഫഹു മുബ്തദിഉൻ, അവൻ ആരാണ്? അവൻ മുബ്തദിയാണ്. അലാ ഗൈരി സുന്ന വത്വരീഖി, അവൻ യഥാർത്ഥ അഹ്ലു സുന്നത്തിന്റെ മാർഗത്തിലോ ആ വഴിയിലോ അല്ല. അവൻ യഥാർത്ഥത്തിൽ ആരാണ്? മുബ്തദിയാണ്. അവൻ സുന്നത്തിന്റെ മാർഗത്തിലല്ല, അവൻ അഹ്ലു സുന്നത്തിന്റെ മാർഗത്തിലല്ല. വഹുവ മുബ്തദിഉൻ അലാ ഗൈരി സുന്നത്തി വത്വരീഖി, അവന്റെ നിലപാട് എന്നുള്ളത് അഹ്ലു സുന്നത്തിനെതിരാണ്, അവൻ മുബ്തദിയാണ്. ഇത് മത്തന്. ഇനി അതിന്റെ ശറഹ് നോക്കുക. ലമ്മാ തഖദ്ദമ ദിക്റുൽ ഇമാമി റഹിമഹുല്ലാഹി അസ്സ വജല്ല, നേരത്തെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു പോയിട്ടുണ്ട്. ലിയസ്ലി അഹ്ലി സുന്ന വൽ ജമാഅ അല്ലദി അജ്മഉ അലൈഹി, അഹ്ലു സുന്നത്തിന്റെ ഉലമാക്കൾ ഏകോപിച്ചിട്ടുള്ള അഹ്ലു സുന്നത്തിന്റെ അസ്ലിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു പോയി. വമദതി സുന്നത്തു ബിഹി, അതാണ് സുന്നത്ത്. വഅതഖദൂഹു, അതാണ് അവർ അഖീദയായി സ്വീകരിക്കുന്നത്. വഅമിലു ബിഹി, അതാണ് അവർ അമലാക്കുന്നത്. വഅമറു ബിഇഅ്തിഖാദിഹി, അഹ്ലു സുന്നത്തിന്റെ അഖീദയായിട്ട് അവർ കൽപ്പിക്കുന്നത് അതാണ്, ഈ നിലപാടാണ്. ഏത് വിഷയത്തിൽ? ഫി ത്വാഅത്തി വലിയിൽ അംരിൽ മുസ്ലിമി, മുസ്ലിം ഭരണാധികാരിയോടുള്ള ത്വാഅത്തിന്റെ കാര്യത്തിൽ അവരുടെ അഖീദ അതാണ്, അവര് പഠിപ്പിക്കുന്ന വിഷയം അതാണ്, അതാണ് സുന്നത്തിന്റെ മാർഗം. ഏത് വിഷയത്തിലാണ് അനുസരിക്കുന്നത്? ഫി ഗൈരി മഅസിയത്തില്ലാഹി അസ്സ വജല്ല, മഅസിയത്തല്ലാത്ത വിഷയങ്ങളിൽ. അത് പ്രത്യേകം മനസ്സിലാക്കണം. അള്ളാഹുവിനോടുള്ള മഅസിയത്തല്ലാത്ത വിഷയത്തിലാണ്. ആ നിലപാട് നേരത്തെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു പോയിട്ടുണ്ട്. സവാഅൻ, സമമാണ്. വലിയ ഖിലാഫത്തുൽ ആമ്മ, മൊത്തത്തിൽ മുസ്ലിങ്ങളുടെ ഖിലാഫത്ത് ഏറ്റെടുത്ത ഭരണാധികാരിയാണെങ്കിലും, ഔകാന ഇമാമൻ അല ഖുത്രിൻ മിനൽ അഖ്താരി, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. ഖുത്റാണ്, ഖത്തറ അല്ല ഖുത്റ, പ്രദേശം, രാജ്യം. ഖുത്ർ എന്ന് പറഞ്ഞാൽ മഴത്തുള്ളി എന്നൊക്കെ അർത്ഥം. അപ്പൊ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഭരണാധികാരം ഏറ്റെടുത്ത
അതല്ലെങ്കിൽ മൊത്തത്തിൽ മുസ്ലിങ്ങളുടെ ഭരണാധികാരം ഏറ്റെടുത്ത ഖലീഫയാകട്ടെ, അമീർ ആകട്ടെ, മത്സ്യത്തില്ലാത്ത കാര്യത്തിൽ എന്ത് ചെയ്യണം? ത്വാഅത്തുണ്ട്. അതാണ് അഹ്ലുസുന്നത്തിന്റെ അഖീദ. വസവാഅൻ വസല ഇലൽ ഹുക്മി, സമമാണ് അയാൾ ആ അധികാരത്തിലേക്ക് എത്തിച്ചേർന്നത് ബി ത്വരീഖിൻ മശ്റൂഇൻ ഔ ബി ത്വരീഖിൻ മംനൂഇൻ. അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. അയാൾ ആ അധികാരത്തിൽ എത്തിച്ചേർന്നത് മശ്റൂആയ മാർഗത്തിലൂടെ ആണെങ്കിലും മംനൂ ആയ മാർഗത്തിലൂടെ ആണെങ്കിലും. അപ്പൊ ഇങ്ങനെ ഒരാൾ അധികാരത്തിൽ വന്നാൽ അതൊക്കെ ജായിസാണ് അല്ലെങ്കിൽ ഹലാലാണ്, ഇസ്ലാം അനുവദിച്ചതാണെന്നുള്ള അതിനർത്ഥം ഉണ്ടോ? അങ്ങനെ ആരും മനസ്സിലാക്കണ്ടല്ലോ, അങ്ങനെ ആരും മനസ്സിലാക്കേണ്ടതില്ല. പക്ഷെ അങ്ങനെ അധികാരത്തിൽ ഒരാൾ വന്നാൽ അയാൾക്ക് സമ്മതത്വം കൊടുക്കണം. അതുകൊണ്ടാണ് ഇവിടെ അത് പറഞ്ഞത് ബി ത്വരീഖിൻ മശ്റൂഇൻ, അത് മശ്റൂ ആയ മാർഗത്തിലൂടെ അധികാരത്തിൽ വന്ന ആളാകട്ടെ, ഔ ബി ത്വരീഖിൻ മംനൂഇൻ, മശ്റൂ അല്ലാത്ത മാർഗത്തിലൂടെ അധികാരത്തിൽ വന്ന ആളാകട്ടെ, അയാൾക്ക് എന്തുണ്ട്? സമ്മതത്വം ഉണ്ട്. മാദാമ അന്നഹു ഗലബ വഹകമ, അയാൾ അധികാരത്തിലൂടെ ബലം പ്രയോഗിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന ആളാണ്. വസ്തഖറ ലഹുൽ അംർ, അയാൾക്ക് അധികാരം ലഭിച്ചിട്ടുണ്ട്, അയാളെ ഖലീഫയായി അംഗീകരിച്ചിട്ടുണ്ട്. വതഖദ്ദമ അയ്ളൻ ദിക്റുൽ ഇമാമി റഹ്മഹുല്ലാഹ്, നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. ലിഅസ്ലി അഹ്ലിസ് സുന്ന വൽ ജമാഅ അല്ലദീന അജ്മഉ അലൈഹി അഖദു അൽ ഖുലൂബ അലൈഹി വഅമിലു ബിഹി മിൻ അന്ന വലിയൽ അംരിൽ മുസ്ലിമി ലാ യുഫ്താതു അലൈഹി ഫീ ഹുഖൂഖി. നേരത്തെ പറഞ്ഞിട്ടുള്ള ആ കാര്യം ഒന്നുകൂടി ആവർത്തിക്കണം. ഒരു മുസ്ലിം ഭരണാധികാരികൾക്ക് കൊടുക്കേണ്ട ഹക്കുകളുണ്ട്. ആ ഹക്കുകളിൽ എന്ത് ചെയ്യരുത്? പൗരന്മാർ ഇടപെടരുത്, അതിൽ കൈകടത്തരുത്. ഫലാ യുംനഉ ഹഖഹു, അത് തടയരുത്. വലാ യുതഖദ്ദമു അലൈഹി ഫീ ഹഖ്ഖിഹി, ഭരണാധികാരികളുടെ അവകാശങ്ങൾ എന്ത് ചെയ്യരുത്? അതിൽ ഓവർടേക്ക് ചെയ്യരുത്. ഇത് അതിൽ വ്യക്തികൾക്ക് ഇടപെടാൻ ഇതില്ല, അധികാരമല്ല. വലാ യഅമലു ആമിലുൻ ബിഹഖ്ഖിഹി, ഒരാൾ എന്ത് ചെയ്യരുത്? ഭരണാധികാരികൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യരുത്. ഇല്ലാ നിഫവ്വിലഹു ഫീ ദാലിക, ഭരണാധികാരി ആ കാര്യം ഏൽപ്പിച്ചെങ്കിലല്ലാതെ. അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം ഒന്നുകൂടി അതിൽ ആവർത്തിച്ചു പോയി. ഇതാണ് എന്താ അഹ്ലുസുന്നത്തിന്റെ അഖീദ. മനസ്സിലാണ്ടല്ലോ? ഇതാണ് അഹ്ലുസുന്നത്ത് പഠിപ്പിക്കുന്നത്, ഇതാണ് അഹ്ലുസുന്നത്ത് അമലാക്കുന്നത്. അതാണ് ആ പാരഗ്രാഫിൽ പറഞ്ഞത്. അപ്പൊ എങ്ങനെ അധികാരത്തിൽ വന്ന ആളാണെങ്കിലും ശരി, അയാൾക്ക് എന്ത് കൊടുക്കണം? സമ്മതത്വം കൊടുക്കണം. അയാൾക്കെതിരെ ഖുറൂജ് ഉണ്ടാക്കാൻ പാടില്ല, വിപ്ലവം ഉണ്ടാക്കാൻ പാടില്ല, അയാൾക്കെതിരെ യുദ്ധം ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരാൾ യുദ്ധം ചെയ്താൽ, വിപ്ലവം ഉണ്ടാക്കിയാൽ അയാൾ മുസ്ലിങ്ങളുടെ ഐക്യം തകർത്തവനാണ്. അയാൾ അഹ്ലുസുന്നത്തിന്റെ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ذكر الإمام هنا أصل أهل السنة والجماعة الذين أجمعوا عليه واعتقدوه ولزموه وأمروا به والسنة منبعه وأصله. ഒന്നുകൂടി ആവർത്തിച്ച് പറയണം. വഖദ് മാത നബി അലൈഹി സ്വലാം അലൈഹ ഫി തഹരീമിൽ ഖുറൂജി അല വലിയിൽ അംരിൽ മുസ്ലിമി സവാഅൻ കാനത്ത് വിലായത്തുഹു ബിത്വരീഖിൻ മശ്റൂഇൻ ഔ ബിത്വരീഖിൻ മംനൂഇൻ ഫമൻ ഇജ്തമഅത അലൈഹിൽ കലിമ ഹറുമ തഫ്രീഖതുഹാ. അങ്ങനെ ഒരാൾ അധികാരത്തിൽ വന്നാൽ, ഞാൻ അത് ആവർത്തിക്കുന്നില്ല, ഇങ്ങനെ ഒരാൾ അധികാരത്തിൽ വന്നാൽ എന്താണ്? നിഷിദ്ധമാണ് അവിടെ അനൈക്യമുണ്ടാക്കുക എന്നുള്ളത്. വശക്കുഹാ ബിൽ ഖുറൂജി അലൈഹി, അയാൾക്കെതിരെ വിപ്ലവം ഉണ്ടാക്കിക്കൊണ്ട് അവിടെ പ്രശ്നമുണ്ടാക്കുക എന്നുള്ളത് എന്താണ്? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്. ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചോ. വഇദാ ഹറമല്ലാഹു ശൈഅൻ, അള്ളാഹു ഒരു കാര്യം നിഷിദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ, ഹറമ അള്ളാഹ് നിഷിദ്ധമാക്കും, മുഖദ്ദിമാത്തി അതിന്റെ മുഖദ്ദിമാത്തുകളെ നിഷിദ്ധാക്കും. മനസ്സിലാണ്ടല്ലോ? അള്ളാഹു ഒരു സംഗതി നിഷിദ്ധമാക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ നിഷിദ്ധമായ കാര്യങ്ങളിലേക്ക് എത്തുന്ന കാര്യങ്ങൾ കൂടി നിഷിദ്ധാക്കും. അതുകൊണ്ട് ഫയഹ്റുമു നിഷിദ്ധമാണ്. ഇദ്ഹാബു ഹൈബത വലിയിൽ അംരി മിൻ നുഫൂസിന്നാസ്, ജനങ്ങളുടെ മനസ്സുകളിൽ നിന്നും ഭരണാധികാരികളെ കുറിച്ചുള്ള ഹൈബത്ത് ഇല്ലാതാക്കുക എന്നുള്ളത്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ചില ആൾക്കാർ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ഇവിടെ പറയുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു പോയിന്റാണ്. ഹൈബത്ത് എന്ന് പറഞ്ഞാൽ ബഹുമാനം, ആദരവ്. ജനങ്ങളുടെ മനസ്സുകളിൽ നിന്ന് ഭരണാധികാരികളെ കുറിച്ചുള്ള ഹൈബത്ത് ഇല്ലാതാക്കുക, ഇദ്ഹാബ് എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക. അത് ഇല്ലാതാക്കി കളയുക എന്നുള്ളത് എന്താണ്? നിഷിദ്ധമാണ്. കാരണം ചില ആൾക്കാർ വിചാരിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ യുദ്ധം ചെയ്യലല്ലേ ഖുറൂജ്, അതല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കലല്ലേ ഖുറൂജ്. ഇനി അത് മാത്രമാണോ ഖുറൂജിൽ എന്നുള്ളതാ പറയുക. അതിന്റെ മുഖദ്ദിമാത്തുകൾ കൂടി ഹറാമാണ്. അതാണ് പറയാൻ പോണത്. അതിന്റെ മുഖദ്ദിമാത്തിൽപ്പെട്ട ഒന്നാണ് എന്ത്? ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഭരണാധികാരികളെ കുറിച്ചുള്ള ആദരവും ബഹുമാനവും ഇല്ലാതാക്കുക എന്നുള്ളത്. ഉദാഹരണം പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ലിയന്നാസ, അത് കാരണം പറഞ്ഞ എന്താ? കാരണം ജനങ്ങൾ ഇതാ ദഹബത്ത് ഹൈബത്തൻ വലിയിൽ അംരി, വലിയിൽ അംറിനോടുള്ള ബഹുമാനം പോയി കഴിഞ്ഞാൽ മിൻ നുഫൂസി, അവരുടെ മനസ്സുകളിൽ നിന്ന് ഔശക്കു അൻ യഖ്റുജു അലൈഹി, പിന്നെ അവിടെ സംഭവിക്കാൻ പോണത് എന്താ? ജനങ്ങളെ കുറിച്ചുള്ള മതിപ്പ് നഷ്ടപ്പെട്ടാൽ പിന്നെ അവിടെ ഉണ്ടാകാൻ പോണത് എന്താ? പിന്നെ അവിടെ ഉണ്ടാകാൻ പോകുന്നത് കലാപമാണ്, പിന്നെ അവിടെ ഉണ്ടാകാൻ പോകുന്നത് പ്രശ്നങ്ങളാണ്. പിന്നെന്ത് ചെയ്യും? ജനങ്ങൾ ആ ഭരണാധികാരികൾക്കെതിരെ വിപ്ലവം ഉണ്ടാക്കാൻ തുടങ്ങും. ജനങ്ങളുടെ മനസ്സുകളിൽ നിന്ന് ആ ഭരണാധികാരികളെ കുറിച്ചുള്ള ഒരു ബഹുമാനം നഷ്ടപ്പെട്ടാൽ, ഒരു ആദരവ് നഷ്ടപ്പെട്ടാൽ പിന്നെ അവിടെ ആ ഭരണാധികാരികൾക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും. വലാശക്ക സംശയമില്ല അന്നഹു ഇദാ ദഹബത്തിൽ ഹൈബത്തു ജാഅത്തിൽ ജുർആ, ഭരണാധികാരികളെ കുറിച്ചുള്ള മതിപ്പ് നഷ്ടപ്പെട്ടാൽ ജനങ്ങൾക്ക് ഒരു തരം ധൈര്യം കിട്ടും, ജുർഅത്ത്. വജറുഅന്നാസു അലാ വലിയിൽ അംരി ബി അൽസിനതി, പിന്നെ ജനങ്ങൾ എന്ത് ചെയ്യും?
അവരുടെ നാവുകൾ കൊണ്ട് ഭരണാധികാരികൾക്കെതിരെ തിരിയാൻ തുടങ്ങും. മനസ്സിലുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ്. ആദരവും ബഹുമാനം നഷ്ടപ്പെട്ട പിന്നെ അവിടെ നടക്കാൻ പോകുന്ന രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ജനങ്ങൾ അവരുടെ നാവ് കൊണ്ട് ഭരണാധികാരികൾക്കെതിരെ തിരിയാൻ ധൈര്യം കാണിക്കും. വൈദാ ജാഅത്തിൽ ജുർഅത്തു ബിൽ അൽസിന, അങ്ങനെ നാവ് കൊണ്ട് അവർക്കെതിരെ തിരിയാൻ പറയാൻ ധൈര്യം കാണിച്ചാലോ ഔഷക്കാൻ യക്കാൽ ഖുറൂജു ബിൽ അസിന്നത്തി വസ്സിലായ, പിന്നെ അവിടെ നടക്കാൻ പോകുന്നത് എന്താണ്? ആയുധങ്ങൾ കൊണ്ടുള്ള വിപ്ലവം നടക്കും. മനസ്സിലാണ്ടല്ലോ? പിന്നെ അവിടെ നടക്കാൻ പോകുന്നത് എന്താ? നാവുകൾ കൊണ്ട് ആദ്യം തിരിയും. പിന്നെ അവിടെ നടക്കാൻ പോകുന്നത് സിലാഹ്, ആയുധങ്ങൾ കൊണ്ട്, കുന്തങ്ങൾ കൊണ്ട്. പിന്നെ അവിടെ നടക്കാൻ പോകുന്നത് എന്താണ്? യുദ്ധമായിരിക്കും, വിപ്ലവമായിരിക്കും. വബിമാ യഹ്റുമു തഹീജുൽ ആമത്തി അലാ വലിയിൽ അംരിൽ മുസ്ലിമീൻ, അതുകൊണ്ട് തന്നെ മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ ജനങ്ങളെ ഇളക്കിവിടുക, പൊതുജനങ്ങളെ തഹീജാറിനെ ഇളക്കി വിടുന്നതിനെ പറയാം. ആമത്ത് പറഞ്ഞ പൊതുജനങ്ങളെ ഇളക്കി വിടുക എന്നുള്ളത് എന്താണ്? ഹറാമാണ്. അപ്പൊ വെറും യുദ്ധം ചെയ്യലല്ല നിഷിദ്ധം, വെറും ഖുറൂജ് ഉണ്ടാക്കലല്ല. ആ ഖുറൂജിന്റെ ഭാഗമാണ് എന്ത്? നാവുകൾ കൊണ്ട് ഭരണാധികാരികളെ കുറ്റം പറയാന്നുള്ളത്. തഹീജുൽ ആമത്തി എന്ന് പറഞ്ഞാല് പൊതുജനങ്ങളെ ഇളക്കി വിടുക, നാവുകൾ കൊണ്ട് പൊതുജനങ്ങളെ ഇളക്കി വിടുക മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ. അങ്ങനെ ഭരണാധികാരികൾക്ക് എന്ത് ചെയ്യും? ജനങ്ങൾക്കിടയിൽ വിദ്വേഷം ഉണ്ടാക്കും, അവർക്കിടയിൽ അത് പക ഉണ്ടാക്കും, ദേഷ്യം ഉണ്ടാക്കും. അങ്ങനെ ജനങ്ങൾ ഭരണാധികാരികൾക്കെതിരെ പിന്നെ ആയുധം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും? വിപ്ലവം ചെയ്യാൻ, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കുതിരും. വമിൻ അഖ്ബസിൽ ഖവാരിജി, ഖവാരിജികളിൽ ഇനി ചരിത്രത്തിൽ നിന്നൊരു സംഭവം പറയണം. ഖവാരിജികളിൽ ഏറ്റവും വൃത്തികെട്ട ആളുകളാണ് അൽ ഖഅദ. അവിടെ ഖാഫിനും ഐനിനും ഫത്ഹാണ്, ഖഅദത്താണ്. ഖഅദിയ എന്നുള്ളതാണ് അവരെ കുറിച്ച് പറയാറുള്ളത്. ഖവാരിജികളില് പല ടീമുകളുണ്ട്, പല ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളിൽ ഏറ്റവും അഖ്ബസായ, വൃത്തികെട്ട, ഏറ്റവും മോശമായ പഴച്ചുപോയ ടീമാണ് ഇത് അൽ ഖഅദിയ എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഒരു ചരിത്രം പറയണം. വമിൻ അഖ്ബസിൽ ഖവാരിജി അൽ ഖഅദ. എന്താണ് അവരുടെ ആദർശം എന്നറിയോ? അല്ലദീന യുസയ്യിനൂന ലിന്നാസി അൽ ഖുറൂജ ബി അൽസിനതിഹിം, അവര് ജനങ്ങളെ ഇളക്കി വിടും. എങ്ങനെ? നാവുകൾ കൊണ്ട് ഭരണാധികാരികൾക്കെതിരെ ജനങ്ങളെ ഇളക്കി വിടും. യുസയ്യിനൂന ലിന്നാസി, അവർ ജനങ്ങൾക്ക് അലങ്കാരമായി കാണിച്ചു കൊടുക്കും അൽ ഖുറൂജ ബി അൽസിനതിഹിം. എങ്ങനെ? ഈ ഖവാരിജികൾപ്പെട്ട ഈ വിഭാഗത്തിന്റെ പണി ഇതാണ്. നാവുകൾ കൊണ്ട് ഇങ്ങനെ ജനങ്ങളെ അത് പറഞ്ഞിട്ട്, അവരെ ഭരണാധികാരികളുടെ കുറ്റങ്ങൾ പറഞ്ഞിട്ട് ആ ഭരണാധികാരികൾക്കെതിരെ ജനങ്ങളെ തിരിക്കുക എന്നുള്ളതാണ്. വലാ യഖ്റുജൂന ബിസിലാഹിഹിം, അവർ അവരുടെ ആയുധങ്ങൾ കൊണ്ട് എന്ത് ചെയ്യൂല? ആ ഭരണാധികാരികൾക്കെതിരെ വിപ്ലവം ഉണ്ടാക്കില്ല. ഇവരെ ആയുധം എടുക്കാത്ത ആളുകളാണ്. അതുകൊണ്ടാണ് ഇവരെ കുറിച്ച് എന്ത് പറയുന്നത്? ഖഅദ എന്ന് പറഞ്ഞ, മഖാദ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് മഖാദ് എന്ന് പറഞ്ഞാൽ ബെഞ്ച്, ഇരിക്കുന്ന ബെഞ്ചിനാണ് മഖാദ് എന്ന് പറയാം. ഇവർക്ക് ആ പേര് വരാൻ തന്നെ കാരണം എന്താണ്? ഇവര് വാളെടുത്തിട്ട് യുദ്ധം ചെയ്യൂല. ഇന്ന് ചില ആളുകൾക്കുള്ള ഏറ്റവും വലിയ സംശയം അതാണ്. തൊള്ളോണ്ട് പറയുന്നത് എങ്ങനെയാണ് ഖുറൂജാകുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഖവാരിജികളിൽപ്പെട്ട ഏറ്റവും വൃത്തികെട്ട ഈ ടീം എന്താണ്? ഖവാരിജികളിൽപ്പെട്ട ആൾക്കാരാവില്ല. ഇവര് ആയുധം എടുക്കൂല. അവിടെ കള്ള് കൊണ്ടുവന്നിട്ടുണ്ട്, അവിടെ സിനിമാ ഹാളിന് അനുമതി കൊടുത്തിട്ടുണ്ട്, അവിടെ മറ്റത് കൊണ്ടുവന്നിട്ടുണ്ട്, അവിടെ പലിശ അനുവദനീയമാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ പറഞ്ഞിട്ട് കുസു 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 ആ പത്രത്തിലേതും മറ്റേ ചാനലിൽ കൊടുക്കും, വാട്സപ്പിലിടും, ഫേസ്ബുക്കിലിടും. അങ്ങനെ അത് പ്രചരിപ്പിച്ചിട്ട് ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഖുത്ബയിൽ പറയും, മിമ്പറുകളിൽ അവർ വെച്ചിട്ട് സംസാരിച്ചു. 4 ആളുകൾ കൂടുന്നിടത്തോൽ പറയും, അവർ 10 ആളുകൾ മീറ്റിംഗും കൂടുമ്പോൾ അവരത് പറയും. അവിടെ ബ്രേക്ക് ഡാൻസാണ്, അവിടെ സംഗീതാണ്, അവിടെ കള്ളാണ്, അവിടെ കഞ്ചാവ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ ആ ഭരണാധികാരികൾക്കെതിരെ ഇങ്ങനെ തിരിച്ചിട്ട് ജനങ്ങളുടെ മനസ്സിൽ അവർക്കിടയിൽ പക നടക്കും, വിദ്വേഷം ഉണ്ടാക്കും. അവസാനം ജനങ്ങൾ എന്ത് ചെയ്യും? അവർക്കെതിരെ ആയുധമെടുക്കും. ഇതേതൊരു രാജ്യത്തിന്റെ ചരിത്രങ്ങൾ എടുത്തു നോക്കോ. അല്ല, നേരം വെളുത്തേക്കിന് ആരും വാളെടുത്തിട്ട് ഭരണാധികാരികൾക്കെതിരെ തിരിയൊന്നുമില്ല. എന്റെ ഗ്രൗണ്ട് വർക്ക് ഉണ്ട്. ആദ്യം ആ ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നത് ഖവാരിജിയത്തല്ല എന്നുള്ളത് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ ഇപ്പൊ മനസ്സൊന്ന് നോക്കിക്കോളും. നമ്മൾ പഠിക്കുന്നത് ഉസൂൽ സുന്നയാണ്. അത് ഖവാരിജിയത്തല്ലെങ്കിൽ ഈ ഖഅദിയാക്കൾ പിന്നെ എങ്ങനെ ഖവാരിജികളാകുന്നത്? അവരായുധം എടുത്തിട്ടല്ല ഖുറൂജ് ഉണ്ടാക്കല്. ഇവര് പറയുന്നത് ഇങ്ങനെ ഈ തൊള്ളോണ്ടുള്ള കുസുകുസുണ്ടല്ലോ, ഓനെ കാണുമ്പോൾ അത് പറയും, മറ്റോനെ കാണുമ്പോൾ അത് പറയും. ഇങ്ങനെ തിരിപ്പുണ്ടാക്കാനായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ ആകെയുള്ള പണി തിരിപ്പുണ്ടാക്കുക എന്നുള്ളതായിരിക്കും. ഈ തിരിപ്പുണ്ടാക്കാൻ നടക്കുന്ന ആൾക്കാർ പറയുന്നത് എന്താ അറിയോ? നമ്മൾ ആയുധം എടുക്കണമെന്നില്ലല്ലോ, നമ്മള് വാളെടുക്കുന്നില്ല, മിസൈൽ എടുക്കുന്നില്ല, തോക്കെടുക്കണില്ല. അപ്പൊ ഈ നാവ് കൊണ്ട് പറയുന്നത് ഖുറൂജ് അല്ല എന്നുള്ളതാണ്. അതാണ് എന്നാണ് ഇപ്പൊ ഇതിൽ നമ്മൾ പഠിക്കുന്നത്, സൂര്യസുന്നയിൽ പഠിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്ന ഒരു കാര്യത്തിന് തെളിവ് ചോദിക്കണം, അല്ലാതെ അയാളെ പിന്നാലെ കൂടരുത്. എന്നിട്ട് അത് പറയുന്ന ആളുടെ പിന്നാലെ 10 ആൾക്കാർ. അപ്പൊ അത് ഖുറൂജാണ്. കാരണം എന്താ? ഖവാരിജികളിലെ ഏറ്റവും മോശപ്പെട്ട വിഭാഗമാണ് എന്ത്? ഖഅദിയ ടീം. അവര് ഖുറൂജ് ഉണ്ടാക്കുന്നത് ആയുധം എടുത്തിട്ടല്ല, നാവുകൾ കൊണ്ട് ആളുകളെ തിരിക്കുക, ഭരണാധികാരികൾക്ക്. അതാണ് ഇതിൽ പറയണത്.
വലാ യഖ്റുജൂന ബിസിലാഹിഹിം, അവരവരുടെ ആയുധങ്ങൾ കൊണ്ടല്ല വിപ്ലവം നടത്തുക. ലാകിന്നഹും വുഖൂദുൻ ലിനാരിൻ യുസഖറു ബിഹാ ഗൈറഹും, അവരവരുടെ നാവുകൾ കൊണ്ട് ചെയ്യും, ആളുകളെ കത്തിക്കും, മറ്റുള്ള ആളുകളെ ഭരണാധികാരികൾക്കെതിരെ തിരിച്ചു കൊടുക്കും, അതിനുള്ള ഇന്ധനം ഉണ്ടാക്കി കൊടുക്കും. ഹും വഔലിയാഹും വഖരിവാഹും ഫഹും ബഈദൂന അൻ ഹാദിഹിൻ നാർ, അവരിതിലൊന്നും ഉണ്ടാവില്ല. അവരിങ്ങനെ ഈ തിരിപ്പുണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ പണി. ഖവാരിജുകളിൽപ്പെട്ട ഈ ഖാദിയത്തിന്റെ പണി. അവരതിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളായിരിക്കും. എന്നിട്ട് ഇതിങ്ങനെ പറഞ്ഞിട്ട് ഹാവുല ഇൽ ഖഅദ, ഈ ഖഅദത്ത് അല്ലദീന യജ്അലൂന ഫീ കലാമിഹിം, അവരുടെ സംസാരങ്ങളിൽ ഉണ്ടാകും സുമ്മൻ സുആഫൻ, വിഷം പുരട്ടിയ വാക്കുകളായിരിക്കും അവർ പ്രയോഗിക്കുക. യഖൂദു ഇലൽ ഖുറൂജി അലാ വലിയിൽ അംരി, അവരെന്ത് ചെയ്യും? എന്നിട്ട് ജനങ്ങളെ അത്തരത്തിലുള്ള വാക്കുകൾ കൊണ്ട് എന്ത് ചെയ്യും? ജനങ്ങളെ വിപ്ലവത്തിന് പ്രേരിപ്പിക്കും, ആ ജനങ്ങളെ വിപ്ലവത്തിലേക്ക് നയിക്കും. ഇതാണെന്ന് ഏത് മുസ്ലിം നാടുകളാണെങ്കിലും അല്ലാത്ത നാടുകളിലാണെങ്കിലും ആ നാടിന്റെ ഹിസ്റ്ററി നിങ്ങൾ എടുത്തു നോക്കോ. ആ നാട്ടിലൊക്കെ വിപ്ലവം നടന്നിട്ടുണ്ടെങ്കിൽ, മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെയാണ് അതിന് പറയാറ്, യഥാർത്ഥത്തിൽ ചോരപ്പൂ വിപ്ലവം എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്. ഇതാണെന്ത്? അപ്പോ ഈ ഖവാരിജുകളിൽപ്പെട്ട ഈ ഖഅദിയത്തിന്റെ വാദം ഇതാണെന്ന് അർത്ഥം. ഇങ്ങനെ വിഷം പുരട്ടിയ വാക്കുകൾ അവരെന്ത് ചെയ്യും? ഭരണാധികാരികൾക്ക് പറഞ്ഞിട്ട് ജനങ്ങളെ തിരിച്ചിട്ട് അവരെ എന്ത് ചെയ്യും? ആ വിപ്ലവം അവരത് ആളിക്കത്തിക്കും. മിൻ അഖ്ബസിൽ ഖവാരിജി വമൻ ഖറജ അലാ ഇമാമിൽ മുസ്ലിമീൻ, അപ്പൊ ഇവരാണെന്ത്? ഖവാരിജുകളിൽപ്പെട്ട ഏറ്റവും മോശപ്പെട്ട ആളുകൾ. അതുകൊണ്ട് ആരെങ്കിലും മുസ്ലിം ഇമാമിനെതിരെ, ഭരണാധികാരികൾക്കെതിരെ തിരിഞ്ഞാൽ, വശഖ സഫഹും, അവരുടെ ഐക്യത്തെ തകർത്താൽ, ഫഹുവ മിനൽ ഖവാരിജി, അവൻ ഖവാരിജുകളിൽപ്പെട്ടവനാണ്. ഇതിലെന്തെല്ലാം ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു സംഗതി നല്ലത്. അത് ഖവാരിജുകളുടെ നിലപാടാണ്. ഇതിപ്പോ ഉസൂലു സുന്നയാണ് നമ്മൾ പഠിക്കുന്നത്. എത്ര കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഫഹുവ മിനൽ ഖവാരിജി, ഇതിന്റെ ഷറഹിലാണ് ഇത് പറയുന്നത്. അവൻ ഖവാരിജുകളിൽപ്പെട്ടവനാണ്. ഇങ്ങനെ ഭരണാധികാരികൾക്കെതിരെ ഖുറൂജ് ഉണ്ടാക്കുക എന്നുള്ളത്, അത് തൊള്ളോണ്ട് പറഞ്ഞിട്ടാണെങ്കിലും ശരി, ആയുധം എടുത്തിട്ടാണെങ്കിലും ശരി, അവൻ ഖവാരിജുകളിൽപ്പെട്ടവനാണ്. വഹും മിൻ അദല്ലിൽ മുബ്തദിയ, ഈ ഖവാരിജുകളാകട്ടെ വിദേഹത്തിന്റെ ആളുകളിൽ ഏറ്റവും വഴിവെച്ച വിഭാഗമാണ്. ബലിഖ്തലഫ സലഫു ഫീ കുഫ്രിഹിം, അവർ മുബ്തദികളാണെന്നുള്ളത് മാത്രമല്ല, അവര് കാഫിരീങ്ങളാണോ അല്ല എന്നുള്ള കാര്യത്തിൽ പോലും എന്തുണ്ട്? സലഫുകൾക്കിടയിൽ ഖിലാഫുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫദഹബ ജമാഅത്തും മിനസ് സലഫി, സലഫുകളിൽപ്പെട്ട ഒരു വിഭാഗം പറഞ്ഞത്, വമിൻ ഉലമാഇനൽ മുതഅഖിരീന, അതേപോലെ തന്നെ പിൽക്കാലഘട്ടത്തിൽ വന്ന ഉലമാക്കളിൽപ്പെട്ട ചില ആളുകളും പറഞ്ഞത്, ഇല അന്നഹും കുഫാറും, ഈ ഖവാരിജുകൾ കാഫിറുകളാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അത് പറഞ്ഞതാരാണ്? സലഫുകളിൽപ്പെട്ട ഒരു വിഭാഗം തന്നെയാണ്. ഖാരിജൂന അൻ മില്ലത്തിൽ ഇസ്ലാം, അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, അവർ കാഫിരീങ്ങളാണ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. കാരണം ലിയാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പ്രയോഗത്തിൽ നിന്നാണ് അവർ കാഫിരീങ്ങളാണെന്നുള്ളത് ആ ഉലമാക്കൾ പറയുന്നത്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞത്? യംറുഖൂന മിനൽ ഇസ്ലാമി, അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. കമാ യംറുഖു സഹ്മു മിനർ റംയ, രമ്പ് ആ വേട്ടമൃഗത്തെ തുളച്ച് പുറത്തു പോകുന്നത് പോലെ എന്ത് ചെയ്യും? ഈ ഖവാരിജുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. രമ്പ് ചെയ്താൽ ആ അമ്പ് കൊണ്ട ഉരുണ്ടല്ലോ, ആ ഉരുവിനെ തുളച്ചിട്ട് ആ അമ്പ്, ആ വേട്ടമൃഗത്തെ തുളച്ച് ആ അമ്പ് പുറത്തു പോകുന്നത് പോലെ എന്ത് ചെയ്യും? ഇവര് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നുള്ളത് ഇത് ഹദീസിന്റെ ഭാഗമാണ്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സലഫുകളിൽപ്പെട്ട ചില ആളുകൾ, പിൽക്കാലഘട്ടത്തിൽ വന്ന ഉലമാക്കൾ, ചില ഉലമാക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഖവാരിജുകൾ കാഫിറുകളാണ്, അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വദഹബ ജമാഅത്തു മിനസ് സലഫി, സലഫുകളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ, വേറൊരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞിട്ട് വമിൻ ഉലമാഇൽ മുതഅഖിരീൻ, അതേപോലെ തന്നെ പിൽക്കാലഘട്ടത്തിൽ വന്ന ആൾക്കാർ ഇത് പറഞ്ഞിട്ടുണ്ട്, ഇല അന്നഹും മിൻ അഖ്ബഹിൽ മുബ്തദിയ, അവര് വിദേഹത്തിന്റെ ആളുകളിൽ ഏറ്റവും മോശപ്പെട്ട ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വമൻ അദല്ലിൽ മുബ്തദിയ ലിഉമ്മത്തിൽ ഇസ്ലാം, മുസ്ലിം സമൂഹത്തിലെ വിദേഹത്തുകാരിൽ ഏറ്റവും വഴിവെച്ച വിഭാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലാക്കിന്നഹും ലൈസു കുഫാറൻ, അവർ കാഫിരീങ്ങളല്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അവരങ്ങനെ രണ്ട് അഭിപ്രായമുണ്ട്. ഖവാരിജുകൾ കാഫിറുകളാണെന്നുള്ള അഭിപ്രായമുണ്ട്. അതല്ല, അവര് കാഫിറുകളല്ല, അവരേറ്റവും മോശപ്പെട്ട വിദേഹത്തിന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞ ആൾക്കാരും രണ്ട് ആൾക്കാരുടെ സലഫുകളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. പിൽക്കാല കാലഘട്ടത്തിൽ ഒന്ന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വിഷയത്തിൽ എന്തുണ്ട്? ഖിലാഫ് ഉണ്ട് എന്നർത്ഥം. ഉലമാക്കൾക്കിടയിൽ ഖിലാഫുള്ള ഒരു വിഷയമാണത്. അത് രണ്ടു കൂട്ടർക്കും അതിൻ്റെതായ തെളിവുകൾ ഉദ്ധരിക്കാനുണ്ട്. അപ്പൊ ഇങ്ങനെ ഖിലാഫ് വരുന്ന വിഷയങ്ങളിൽ ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട നിലപാട് എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിലേതെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ച ആള് അഹ്ലുസുന്നത്തിന് പുറത്താകുമോ? അത് നമ്മൾ നേരത്തെ അത് വിശദീകരിച്ചു പോയിട്ടുണ്ട്. ഈ ഗ്രന്ഥം വിശദീകരിച്ചപ്പോൾ തന്നെ നമ്മൾ ആ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ രണ്ട് നിലപാടുകളുണ്ട്. വലാകിൻ യുഖ്ശ അലൈഹിം അൽ കുഫ്ർ, പക്ഷെ അവരുടെ കാര്യത്തിൽ കുഫ്ർ ഭയപ്പെടണം. വഹാദല്ലദീ അറാ റുജ്ഹാനഹു, അതാണ് എന്റെ അഭിപ്രായം. സുലൈമാൻ റുഹൈലി ഹഫിളുല്ലാഹ് പറയുന്നത് അതാണ്. അവരെന്താണ്? കാഫിറുകളല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്നുള്ളതാണ് സുലൈമാൻ റുഹൈലി ഹഫിളുല്ലാഹ് പറയുന്നത്.
അപ്പൊ രണ്ട് അഭിപ്രായം സലഫുകൾക്കിടയിലുള്ള അഭിപ്രായം തന്നെയാണ്. വമൻ ഫാറഖൽ ജമാഅ, ഇനി ഒരാൾ ജമാഅത്തിനെ ഒഴിവാക്കിയാൽ, വഫാറഖ വലിയൽ അംരി, വലിയൽ അംറിനെ മുസ്ലിം ഭരണാധികാരിയെ ഒരാൾ ഒഴിവാക്കിയാൽ, ഫഇന്നഹു യഈശു ഈശതൽ ജാഹിലിയ്യ, അവൻ ജാഹിലിയത്തിന്റെ ജീവിതമാണ് അവനുണ്ടാകുക. അലാ ത്വരീഖത്തി അഹ്ലിൽ ജാഹിലിയ്യ, ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾ ജീവിച്ച ആ ത്വരീഖിലായിരിക്കും അവനുണ്ടാകുക. അലാ ത്വരീഖത്തി അഹ്ലിൽ ഇസ്ലാം, അവൻ ഇസ്ലാമിന്റെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ മാർഗത്തിലായിരിക്കൂല. ഫൈൻ മാത അലാ ദാലിക ഗൈറ തായിബിൻ, ആ ഖുറൂജിൽ നിന്ന് ആ നിലപാടിൽ നിന്ന് തൗബ ചെയ്യാതെ അവൻ മരിച്ചുപോയാൽ ഫൈന്നഹു യമൂതു മീതതൻ ജാഹിലിയ, അവൻ ജാഹിലിയ മരണമായിരിക്കും അവനുണ്ടാകുക. അവിടെ ജാഹിലിയ മരണം എന്ന് പറഞ്ഞാൽ കാഫിറായിക്കൊണ്ട് മരിച്ചു പോകുന്നുള്ളതല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന്റെ മുമ്പുള്ള ഒരു ജാഹിലിയ കാലഘട്ടം ഉണ്ടല്ലോ, അവിടെ എന്തുണ്ടായിരുന്നില്ല, സംബന്ധമൊത്തൊന്നും ഉണ്ടായിരുന്നില്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അവർ പരിഗണിച്ചിരുന്നില്ല, ഇസ്ലാമിനെ അവർ വില വെച്ചിരുന്നില്ല. ആ രൂപത്തിലായിരിക്കും ആ ജാഹിലിയ കാലഘട്ടത്തിലെ ഒരു മരണമായിരിക്കും അവനുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അത് ഹദീസിന്റെ ഭാഗമാണ്, നേരത്തെ ആ ഹദീസ് വരുന്നുണ്ട്. ഇവിടെ വമൻ ഫാറഖൽ ജമാഅ എന്നുള്ളത് എന്താണ്? ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? മുസ്ലിം ഭരണാധികാരി, ഇമാം, അമീർ, അതല്ലാതെ സംഘടന എന്നുള്ള അർത്ഥത്തിലല്ല. സംഘടനന്റെ ആൾക്കാർ ഇത്തരത്തിലുള്ള ഹദീസുകളൊക്കെയാണ് തെളിവായിട്ട് ഉദ്ധരിക്കാറുള്ളത്. ഇവിടെ അധികാരമുള്ള ഇമാം എന്നുള്ള അർത്ഥത്തിലാണ്, ഖലീഫ, അമീർ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ അവൻ ഫാറഖൽ ജമാഅ, ഒരാൾ ജമാഅത്തിൽ നിന്ന് വിട്ടുപോന്നാൽ, അയാൾ സംഘടനയിൽ നിന്ന് വിട്ടുപോന്നാൽ അതിന്റെ അർത്ഥം അതല്ല. ഇവിടെ ജമാഅത്ത് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ആമീർ, ആമീറിന്റെ കൂടെയുള്ള ആളുകൾ ബയ്യത്ത് ചെയ്തിട്ടുള്ള ആ ബയ്യത്തിൽ നിന്ന് ഒരാൾ വിട്ടുപോന്നാൽ എന്നുള്ളതാണ്. ആ ബയ്യത്ത് ഒരാൾ ഒഴിവാക്കുക. കാരണം അയാൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണത് തെറ്റാണ്, മറ്റേത് തെറ്റാണ്, മറിച്ച് അവിടെ അതുണ്ട്, ഇവിടെ മറ്റേതുണ്ട്, മറിച്ചതെന്ന് പറഞ്ഞിട്ട് ആ ബയ്യത്തിൽ നിന്ന് ഒരാൾ ഒഴിവായാൽ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. മനസ്സിലാണ്ടല്ലോ? അങ്ങനെ അയാൾ മരിച്ചുപോയി. അങ്ങനെയാണെങ്കിൽ എന്ത്? ജാഹിലിയത്തിന്റെ മരണാണ് അയാൾക്ക് ഉണ്ടാകുക എന്നർത്ഥം. ലാ ശക്ക, സംശയമല്ല, അന്ന ജമാഅത്തുൽ മുസ്ലിമീന യജിബു ഹിഫ്ളുഹ, മുസ്ലിം ജമാഅത്ത് സംരക്ഷിക്കപ്പെടുക എന്നുള്ള നിർബന്ധമാണ്. മിൻ അഅ്ളമി മഖാസിദി ശരിയ, ശരീഅത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ പെട്ടതും അതാണ് എന്ത്? മുസ്ലിങ്ങളുടെ ജമാഅത്ത് സംരക്ഷിക്കപ്പെടണം. വലൻ തഖൂമൽ ജമാഅ വലൻ തുഫൽ ഇല്ലാ ബിൽ അമീർ, ഒരു അമീർ ഇല്ലാതെ എന്താണ് മുസ്ലിങ്ങളുടെ ആ ജമാഅത്ത് സംരക്ഷിക്കപ്പെടുകയില്ല. ഇല്ലാ ബിൽ ഇമാമി, ഒരു അമീർ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഇമാം ഇല്ലാതെ. വമൻ അദാഅൽ ഇമാമ അദാഅൽ ജമാഅ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞിട്ട് ആ ഇമാമിനെ ഒരാൾ ഒഴിവാക്കിയാൽ എന്താണ്? അയാൾ ആ ജമാഅത്തിനെ ഒഴിവാക്കുകയാണ്. അപ്പൊ അയാൾ ജാഹിലിയത്തിന്റെ മരണമാണ് അയാൾക്ക് ഉണ്ടാകുക. ഫൽവാജിബു അൽ മുതഅയ്യിനു അലൽ മുസ്ലിം. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ് പറയുന്നത്. ഇതിൽ വേറെ ചില കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളത് ചോദ്യത്തിൽ ചില സംശയങ്ങൾ ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ആ വിഷയത്തിൽ അത് വരും. ഇനി ഇതേപോലെ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റാണ് ഇനി പറയാൻ പോകുന്നത്. ഒരു മുസ്ലിമിന് നിർബന്ധമാണ്, അനിവാര്യമായ ഒരു കാര്യമാണ് താൻ യസ്ബിർ അലാ മാ യറ. ഇങ്ങനെ ഭരണാധികാരികളിൽ നിന്ന് പലതും ഉണ്ടാവും, അതിലെന്ത് ചെയ്യണം? സബ്ർ കാണിക്കുക എന്നുള്ളത്. വനുൻകിറ ബി ഖൽബിഹി, അവന്റെ കൽബ് കൊണ്ട് അവൻ എന്ത് ചെയ്യണം? എതിർക്കണം, വെറുക്കണം. ആ മുൻകർ, ഭരണാധികാരികളിൽ നിന്ന് പല കാര്യങ്ങൾ കാണും, അത് മുൻകറാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണം? അവന്റെ കൽബ് കൊണ്ട് അവൻ അതിനെ എതിർക്കണം, ആ തെറ്റിനെ വെറുക്കണം. വൈനിസ്തതാനുൻകിറ ബിൽ ലിസാനി, നാവ് കൊണ്ട് അതിനെ എതിർക്കാൻ സാധിച്ചാൽ ബിത്വരീഖത്തിൽ മശ്റൂഅ, നാവ് കൊണ്ട് എതിർക്കേണ്ടത് എങ്ങനെയായിരിക്കണം? മശ്റൂഅയ മാർഗത്തിലൂടെ ആയിരിക്കണം. ശറഅ് പഠിപ്പിച്ചിട്ടുള്ള ഒരു മാർഗമുണ്ട്, ആ മാർഗത്തിലൂടെ നാവ് കൊണ്ട് ഭരണാധികാരിയുടെ തിന്മ എതിർക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അയാൾ എന്ത് ചെയ്യണം? അത് ചെയ്യുക തന്നെ വേണം. അല്ലതീ തഹ്ഫദു ഹൈബത വലിയിൽ അംരി, അയാള് ആ ഭരണാധികാരിയുടെ തിന്മ എതിർക്കേണ്ടത് എങ്ങനെയായിരിക്കണം? ആ ഭരണാധികാരിയുടെ ആ ഹൈബത്ത്, ആ ബഹുമാനം ഇല്ലാതാക്കുന്ന രൂപത്തിലാകരുത്, ആ ബഹുമാനം സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം. അതെങ്ങനെയാണ്? ബിഅൻ യുൻകിറ അലൈഹി സിർറൻ, ഭരണാധികാരിയെ എതിർക്കേണ്ടത് എങ്ങനെയായിരിക്കണം? കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. ബിഅൻ യുൻകിറ അലൈഹി സിർറൻ, രഹസ്യമായിട്ട് ആ തിന്മയെ എതിർക്കണം. ഇന്നിവിടെ ചില ആളുകൾ പറഞ്ഞു വരുത്തേണ്ട നുണ എന്താ വെച്ചാല്, ഇപ്പോ അഹ്ലുസുന്നത്തിന്റെ നിന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരെ കുറിച്ച് പറയാൻ എന്താ? ഒരു കൊട്ടാരം പണ്ഡിതന്മാർ എന്നുള്ളത് ആരെ കുറിച്ച് പറയാറുള്ളത്? കൊട്ടാരം പണ്ഡിതന്മാർ, അവർക്ക് കോയലൂതി കൊടുക്കുന്ന പണ്ഡിതന്മാർ, എന്ത് തിന്മ ചെയ്താലും ഒന്നും മുണ്ടൂല എന്നുള്ളത്. ആ പറയണത് മഹാപൊട്ടത്തര. ഭരണാധികാരികൾക്കെതിരെ ഭരണാധികാരികൾ തിന്മ ചെയ്താൽ, അവര് ഹറാമ് ചെയ്താൽ മിണ്ടണ്ട എന്നുള്ളത് ആരാ പറഞ്ഞ്? ആ തെറ്റിനെ എതിർക്കണ്ട എന്നുള്ളത് ആരാ പറഞ്ഞു? ഇപ്പൊ ഇതിൽ പറഞ്ഞ എന്താ? തെറ്റിനെ എതിർക്കണം. പക്ഷെ ആ തെറ്റിനെ എതിർക്കേണ്ടത് എങ്ങനെയായിരിക്കണം? ഭരണാധികാരികളുടെ തെറ്റിനെ എതിർക്കേണ്ടത് എങ്ങനെയായിരിക്കണം? അത് രഹസ്യമായിട്ടായിരിക്കണം. ഇൻഷാ അല്ലാഹ് അതിന് ചില സംഭവങ്ങൾ ഞാനത് പറയുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങളുണ്ട്. അപ്പൊ ഇന്നുള്ള ഈ ഉലമാക്കള് കൊട്ടാരം പണ്ഡിതന്മാരായതുകൊണ്ടല്ല മിണ്ടാതിരിക്കണം, അവര് മിണ്ടുന്നുണ്ട്. ആ മിണ്ടുന്നത് എങ്ങനെയാണ്?
ഇതിൽ പറഞ്ഞ കോലത്തിലാണ്. കാരണം അവരെ അഹ്ലുസുന്നത്തിന്റെ അഖീദ പഠിച്ച ആൾക്കാരാണ്. അവരെ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് അഖീദ പഠിച്ച ആൾക്കാരല്ല. എന്നിട്ട് IS തെറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരല്ല. അവരെ അഖീദ പഠിച്ചതാണ്. ഭരണാധികാരികളോടുള്ള തെറ്റിനെ എതിർക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അവരുടെ അഖീദ എന്താണ്, അത് രഹസ്യമായിട്ട് ചെയ്യണം. ആ ചെയ്യേണ്ടത് അവർ ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ. കുറച്ചു മുമ്പ് കിബാറുൽ ഉലമന്റെ മീറ്റിംഗ് കൂടിയപ്പോ അതിൽ ഈ പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾക്കെതിരെ പ്രധാനപ്പെട്ട 1-2 ആളുകൾ പറഞ്ഞു, ഞങ്ങൾ ഭരണാധികാരികൾക്കെതിരെയുള്ള തെറ്റിനെ വിമർശിക്കില്ല എന്നുള്ള ചില കള്ളപ്രചരണങ്ങൾ ചില ആൾക്കാർ നടത്തുന്നുണ്ട്. ഞങ്ങളത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ പറയുന്നുണ്ട് എന്നത് അവരുടെ ആ മീറ്റിംഗിൽ അവർ പറഞ്ഞു. അതല്ല, അവർ പറയുന്ന വേറെ കാര്യം എന്താ വെച്ചാൽ ഈ ഉലമാക്കളൊക്കെ ബീരുക്കളായതുകൊണ്ടാണ് ഈ ഭരണാധികാരികൾക്കെതിരെ പറയാത്തത് എന്നുള്ളതാണ്. അപ്പൊ അത് ബീരുക്കളായതുകൊണ്ടല്ല, മുസ്ലിം ഭരണാധികാരികളുടെ തെറ്റുകൾ എങ്ങനെയാണ് എതിർക്കേണ്ടത് എന്നുള്ളത് അവർ അഖീദ പഠിച്ചുകൊണ്ടാണ്. ഇതിപ്പോ ആരക്കീതാണ്? ഇത് ഈ ഇമാം അംബലിന്റെ അഖീദയാണത്. അതിന്റെ ശറഹാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശറയിൽ ഇപ്പൊ എന്താ പറഞ്ഞത്? അവരുടെ തെറ്റിനെ എതിർക്കണം, നാവ് കൊണ്ട് എതിർക്കണം എന്നാ പറഞ്ഞത്. അതിന് രൂപമുണ്ട് എന്നുള്ളതാ പറഞ്ഞത്. ആ രൂപം ബിയാനുൻകിറാലഹി സിർറൻ എന്നുള്ളതാ പറഞ്ഞത്. രഹസ്യമായിട്ട് അതിനെതിർക്കുക എന്നുള്ളതാണ്. രഹസ്യമായിട്ട് എതിർക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞുണ്ടാക്കിയതല്ല, അതിന്റെ തെളിവുകളുണ്ട്, ഹദീസുണ്ട്. ഹദീസ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ സിർറൻ രഹസ്യമായിക്കൊണ്ട്, ബിഉസ്ലൂബിൻ യുനാസിബു മഖാമഹു, ആ ഭരണാധികാരിയുടെ സ്ഥാനം, അയാളൊരു ഭരണാധികാരിയാണ്, അത് അംഗീകരിക്കണം, അത് പരിഗണിക്കണം, അതിന് യോജിച്ച രൂപത്തിൽ ആ ഉസ്ലൂബിലായിരിക്കണം എന്ത്, രഹസ്യമായിട്ടായിരിക്കണം ഭരണാധികാരികളെ തെറ്റുകളെ എതിർക്കേണ്ടത്. വലാ യുദ്ഹിബു ഹൈബതഹു, അല്ല ബഹുമാനത്തെ ഇല്ലാതാക്കി കളഞ്ഞുകൊണ്ടാകരുത്. ഫൈനഹു യതഅയ്യനു അലൈഹി ദാലിക, അങ്ങനെ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ അത് അയാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ആ ഭരണാധികാരി തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റിനെ എതിർക്കുക എന്നുള്ളത്, ഈ രൂപത്തിൽ ഒരാൾക്ക് ആ തെറ്റിനെ എതിർക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യേണ്ട ആളുകൾ അത് ചെയ്യണം. അല്ലെങ്കിൽ അവർ കുറ്റക്കാരാണ്. അവർ രഹസ്യമായിട്ട് ആ തെറ്റ് പറഞ്ഞു, അത് തെറ്റാണ്, അത് ഹറാമാണ്, അത് ശരിയല്ല എന്നുള്ളത് ഇങ്ങനെ രഹസ്യമായിട്ട് പറഞ്ഞെടുക്കാൻ വേണ്ടത്. ഫന്നുസ്ഹുലി വലിയിൽ അംരി മിൻ അഅ്ലമിൽ ഫറായിലി, ഭരണാധികാരികളോട് നസീഹത്ത് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ട ഫറായിദുകളിൽപ്പെട്ട ഒരു കാര്യമാണ്. ലാക്കിൻ ബിൽ ഉസ്ലൂബി ശറഈ, പക്ഷെ അതിലെന്തുണ്ട്, ശറഈ ആയിട്ടുള്ള ഒരു ഉസ്ലൂബ് ഉണ്ട്, ഒരു രീതിയുണ്ട്. വലായർക വൽ ഇൻസാൻ ഉസ്ലൂബ അഹ്ലിൽ ബിദ്അ ലിയുഹഖിക നസിയ, നസീഹത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ബിദ്അത്തിന്റെ ആൾക്കാരുടെ രീതി ഒരാൾ സ്വീകരിക്കരുത്. കണ്ടോ, ഇത്ര കൃത്യത പറയുന്നത്. ബിദ്അത്തിന്റെ ആൾക്കാരുടെ രീതി എന്താ, നേരത്തെ പറഞ്ഞതുപോലെയാണ്. അവർക്കൊരു പത്രം ഉണ്ടാവും, ആ പത്രത്തിൽ അവരെഴുതും. അവർക്കൊരു ചാനൽ ഉണ്ടാവും, ആ ചാനലിൽ അവരത് പ്രചരിപ്പിക്കും. അവർക്ക് സൈറ്റുകൾ ഉണ്ടാവും, നെറ്റുകൾ ഉണ്ടാവും, ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ അതുണ്ടാകും. അതിലൂടെ ഭരണാധികാരികളുടെ ഈ തെറ്റുകൾ ഇതിങ്ങനെ പ്രചരിപ്പിച്ച് എന്ത് ചെയ്യും, അത് ഏത് രാജ്യത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാലും അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് അഹ്ലുസുന്നത്തിന്റെ നിലപാടല്ല, അത് അഹ്ലുൽ ബിദ്അത്തിന്റെ നിലപാടാണ് പറഞ്ഞത്. കണ്ടോ, വലായർക്കം അൽ ഇൻസാനു ഉസ്ലൂബ അഹ്ലിൽ ബിദ്അ ലിയുഹഖിക നസീഹ ഫൈൻ ഖറജൽ ഇൻസാനു അലാ വലിയിൽ അംരിൽ മുസ്ലിമി ഫഇന്നഹു യകൂനു ഖദ് ഖലഅ റിബ്ഖത്തൽ ഇസ്ലാമി മിൻ ഉൻഖിഹി. ഇനി അതിന്റെ ബാക്കി ഭാഗം കൂടി നമുക്ക് വിശദീകരിക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും.